കാരണം നമുക്ക് ഒന്ന് ബാക്ക് സപ്പോർട്ട് പോലും ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ല. ചില നാട്ടുകാരിങ്ങനെ നോക്കിയിരിക്കുക, പുതിയ ഡ്രസ്സ് ഇട്ടാ കുഴപ്പം, ഒരു ജീൻസ് ഇട്ടാ കുഴപ്പം, ഒരു റീൽ എടുത്താൽ കുഴപ്പം, ഇങ്ങനെ നോക്കിയിരിക്കും. ആരാ വീട്ടിൽ വരുന്നത്, ആരാ രാത്രി വരുന്നുണ്ട്, നമുക്ക് ചിരിക്കാൻ, നമ്മൾ ചിരിക്കരുത്. ഭർത്താവില്ലാത്ത സ്ത്രീകൾ ചിരിക്കാൻ പാടില്ല. ഭർത്താവില്ലാത്ത സ്ത്രീകൾ ചിരിക്കുകയേ ചെയ്യരുത്. ഭർത്താവില്ലാത്ത സ്ത്രീകൾ സന്തോഷിക്കരുത്, കൂട്ടുകാരോടെ പോകരുത്, ടൂർ പോകരുത്, ഒന്നും പോകരുത്. ഒരു പീഡനം നടന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ഒരു വട്ടേ ചെയ്യുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ നിത്യവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക മനസ്സുകൊണ്ട്. പക്ഷെ ചത്ത് കാണിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മനസ്സിലായോ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെപ്പോലെ കുറെ തൻ്റെടികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. നീയൊക്കെ പറയുമ്പോൾ മരിക്കാനും നീയൊക്കെ പറയുമ്പോൾ ജീവിക്കാനും ഇരിക്കുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് കമൻ്റ് ഇടുമ്പോൾ ഒരു 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 കമൻറ്റ് വന്നിടുമ്പോൾ ഒരു ചെറിയ ലോജിക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. കാരണം അവക്ക് ജീവിക്കാൻ അറിയാൻ വയ്യാതിൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഈ ആത്മഹത്യ ചെയ്തവരെല്ലാവരും. ആർക്കും പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അവളുടെ 100 പവൻ്റെ സ്വർണം, സ്ത്രീധനം എന്ന് പറയുന്നത് അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണ് അല്ലേ? പണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, കെട്ടുതാലി പോലും നമ്മുടെ സ്വന്തമല്ല. അവർ ചെറുക്കം കൂട്ടർ കൊണ്ടുവന്നിരുന്ന കെട്ടുതാലി പോലും അവനൊരു ഫിനാൻഷ്യലി പ്രശ്നം വന്നാൽ അതുവരെ വാങ്ങിച്ചുകൊണ്ടുപോയി പണയം വെക്കും. നമുക്കല്ലെങ്കിൽ നമുക്ക് ഈ 100 പവൻ തന്നതിനകത്ത് നിന്ന് 1 ഗ്രാം എടുത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ബിസിനസ് വല്ലതും ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനോ നമുക്ക് പറ്റുമോ? എന്തിനും ഏറ്റവും കുറഞ്ഞൊരു തയ്യൽ മെഷീൻ പോലും വാങ്ങിക്കാൻ അതിൽ നമുക്ക് പറ്റത്തില്ലല്ലോ.